ഫാൻ വെച്ചാൽ പമ്പ് എങ്ങനെയുണ്ടായിരുന്നു ഇത് പിന്നിലൂടെ മുഖം ഇതാണ്. അപ്പോൾ ഇവിടെ വാക്ക് അടി 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 അവിടെ വയ്ക്ക്. മഞ്ഞളിപ്പ് ഉണ്ടാവില്ല. നീ പറിച്ചോ പിടിച്ചിട്ട് വലിക്കുക വേണ്ടോ. കടക്കിൽ കൈ പിടി കടക്കിൽ. അതാണ് മഞ്ഞൾ. നോക്കട്ടെ ഹലോ, വെൽക്കം ബാക്ക് ടു മൈ നെക്സ്റ്റ് വീഡിയോ. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ആണ് കേട്ടോ. അപ്പോൾ വെൽക്കം ബാക്ക് ടു നെക്സ്റ്റ് സൺഡേ ഡേ ഇൻ മൈ ലൈഫ്. ഓക്കെ, അപ്പോൾ ഇന്ന് രാവിലെ തന്നെ കാറ്റീസൻ്റെ കുർബാനയുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഓട്ടപ്പാച്ചിലാണ്. എനിക്ക് ഡ്രസ്സ് മാറാൻ പോവാട്ടോ. ഫസ്റ്റ് ഉണ്ട് അങ്ങനെയാണ്. കുറച്ച് ചായയൊക്കെ കുടിച്ച് പള്ളിയിലോട്ട് പോവാണ്. കാറ്റീസ് ഉണ്ട്. അപ്പം 7:30 7:45 ആകുമ്പോഴേക്കും പോകും കേട്ടോ. ഇപ്പം ഇത്തിരി 8 മണിക്കാണ് കുർബാന. മുന്നേ 7:30 അപ്പോൾ കുറച്ചും കൂടി നേരത്തെ എണീറ്റ് പോകണമായിരുന്നു. കാരണം ഒരു സൺഡേ അല്ല ഇങ്ങനെ നമുക്ക് ഒത്തിരി നേരം കിടന്നുറങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ ആയ കാരണം കുറച്ചും കൂടി സമാധാനം. ഓക്കെ, അപ്പോൾ രാവിലെ തന്നെ ഇസേനെ എണീപ്പിച്ച് ഡ്രസ്സൊക്കെ മാറ്റി മുടിയൊക്കെ കെട്ടി വെച്ച് അതുപോലെ തന്നെ ഒപ്പം നമ്മളും പോട്ടെ. രാവിലെ കുർബാന കഴിഞ്ഞിട്ടാണ് കാറ്റീസ്. അത് കാരണം ഞങ്ങളൊപ്പം പോവും, അല്ലെങ്കിൽ ഉച്ചതിരിഞ്ഞിട്ടാണ് പോവാറ്. ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ രാവിലെ പോയി കഴിഞ്ഞാൽ പിന്നെ ഉച്ചതിരിഞ്ഞ് പോകണ്ടല്ലോ. അപ്പോൾ നമുക്ക് വേറെ കുറേ പരിപാടികൾക്കൊക്കെ ടൈം കിട്ടും. അപ്പോൾ ഇസേനെ ഡ്രസ്സ് മാറ്റിച്ച് അതിൻ്റെ കൂടെ അവൾ വേറെ ഒന്നും കഴിക്കില്ല. അപ്പോൾ ഞാൻ ആ സമയത്ത് തന്നെ കുറച്ച് ബിസ്ക്കറ്റ്, അത്ര നല്ലതല്ല എന്നറിയാം, എന്നാലും 1-2 ബിസ്ക്കറ്റ് നമ്മുടെ ആരോ റൂട്ട് അങ്ങനെ കൊടുക്കും കേട്ടോ. അപ്പോൾ കുട്ടൂസാ നേരത്തെ എണീക്കില്ല, ഞാൻ എണീപ്പിക്കാറില്ല കേട്ടോ. ഇവനെ കൊണ്ട് കുർബാനയ്ക്ക് പോയാലും നമുക്ക് കുർബാന കാണാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ അങ്ങനെ വിളിച്ച് എണീപ്പിക്കാറില്ല. ഉറങ്ങിക്കോട്ടെ വിചാരിക്കും. കാരണം ഇവിടെ അമ്മയുണ്ടാവും പപ്പയുണ്ടാവും, അപ്പോൾ അവർ നോക്കിക്കോളുമല്ലോ. അപ്പോൾ അവർ ഉച്ചതിരിഞ്ഞ് കുർബാനയ്ക്ക് പോകുള്ളൂ. അപ്പോൾ ഞാനും അലക്സാണ്ടർ നെസ്സിയും കൂടി രാവിലെ തന്നെ പോവും. അപ്പോൾ അവനെ എണീറ്റ് കഴിഞ്ഞാൽ ബഹളമാണ്. അതുകൊണ്ട് ശബ്ദമില്ലാണ്ട് പതുക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യണം കേട്ടോ. അപ്പോൾ ഡ്രസ്സ് മാറി ഞങ്ങൾ പോവാണ് കേട്ടോ. ഇന്ന് സൺഡേ ആയതുകൊണ്ട് 1-2 പ്ലാൻസൊക്കെ ഉണ്ട്. ഒക്കെ ഇന്നങ്ങനെ പുറത്തോട്ടൊന്നും അങ്ങനെ പോകില്ല. പുറത്ത് പോകണം, അത് പോയി നമ്മൾ വേഗം വരും. അത് കഴിഞ്ഞ് ഇന്ന് അൽഫാം ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. കുറച്ച് നാളായിട്ട് പിള്ളേർ പറയുന്നു നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാമെന്ന്. ഞങ്ങൾ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ എനിക്കൊരു 1-2 വീഡിയോ ഷൂട്ട് ചെയ്യണം. 2 എടുക്കാൻ പറ്റുകയാണെങ്കിൽ എടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ഒരെണ്ണം എന്തായാലും എടുക്കണം കേട്ടോ. അപ്പോൾ ഞങ്ങൾ പള്ളിയിലൊക്കെ പോയി വന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ല ഒരു സ്ഥലം വരെ പോകണം. അപ്പോൾ അതിന് മുന്നേ ഇതൊന്നും നമ്മൾ അൽഫാമിനുള്ള സംഗതികൾ തേച്ച് പിടിപ്പിച്ച് വെച്ച് ഒരു 4-5 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണമല്ലോ ഫ്രിഡ്ജിൽ. അപ്പോൾ അത് ആക്കിയതിന് ശേഷം ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ജിഞ്ചർ, ഗാർലിക്, അതുപോലെ ചില്ലി, പിന്നെന്താ ഞാൻ വെള്ളത്തിന് പകരം കുറച്ച് തൈരും അങ്ങനെയൊക്കെ ഒഴിച്ചിട്ട് അരച്ചെടുത്തതാണ് കേട്ടോ. ഇവിടെ ചിക്കൻ വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 ചിക്കനാണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ അലക്സാട്ടൻ അതിങ്ങനെ എന്താ പറയുക, ഇതിങ്ങനെ നമ്മൾ സോഫ്റ്റാക്കി എടുക്കണം. ഇപ്പോൾ ഈ ചിക്കൻ കഴുകി നമ്മൾ ഉപ്പും നാരങ്ങയും പിഴിഞ്ഞിട്ട് വെള്ളത്തിൽ ഒരു 1/2 മണിക്കൂറോളം മുക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിങ്ങനെ ഉടച്ചെടുക്കണം. അപ്പോൾ ചപ്പാത്തി കോല് വെച്ചിട്ട് ഇങ്ങനെ ഉടച്ചെടുക്കാൻ കേട്ടോ. ഇങ്ങനെ പോർഷനൊക്കെ എടുത്ത് കളയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയം ഞാനിവിടെ അതിൻ്റെ മസാല പ്രിപ്പറേഷൻസ് ചെയ്യുന്നുണ്ട്. ഒരു പാത്രത്തിലോട്ട് 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, അതുപോലെ ഒരു 1-2 താഴെയായിട്ട് ചില്ലി പൗഡർ, മല്ലിപ്പൊടി, മസാലപ്പൊടി, ഉപ്പ്, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ പിന്നെ കുറച്ച് തൈരും കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് ഞാൻ നോക്കിയപ്പോൾ ഇതിൻ്റെ കുരുമുളക് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഒന്നുകൂടി റീഫിൽ ചെയ്തിട്ട് ഞാൻ പൊടിച്ചു സെപ്പറേറ്റ് ഒന്നും കൂടി ഒരു പാത്രത്തിലോട്ട് ആക്കിയിട്ട്. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഓൾറെഡി തൈര് ഒഴിച്ചിട്ടാണ് അരച്ചെടുത്ത ഇഞ്ചി സംഭവം ഉണ്ടല്ലോ, ഇഞ്ചി വെളുത്തുള്ളി, അതിൻ്റെ കൂടെ തക്കാളിയും കൂടി ഇട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്യാം കേട്ടോ. ഒത്തൻറ്റിക് രീതിയിലുള്ള റെസിപ്പി ഒന്നല്ല, നമുക്ക് പറ്റുന്ന പോലെ അവൈലബിലിറ്റിക്ക് അനുസരിച്ച് നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ചിക്കൻ്റെ പീസിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് കുത്തി തിരികെ കൊടുക്കുന്നുണ്ടല്ലോ ചേട്ടൻ. അപ്പോൾ കുട്ടൂസനാണെങ്കിൽ ഇതിൻ്റെ മണം കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര കൊതി ഇഷ്ടമാണ് കേട്ടോ. ഇവിടെ പിള്ളേർക്കൊക്കെ ആ പ്രായത്തിലൊക്കെ അങ്ങനെയാണല്ലോ, ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതിനി ഇത്രയും നേരം ഫ്രിഡ്ജിൽ വെക്കണമല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് ഒരു വിഷമം. കാരണം ഇനി എപ്പോഴുണ്ടാക്കുക എന്ന് ചോദിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇത് കഴിഞ്ഞ് ഉച്ചക്കലത്തെ ലഞ്ചും കഴിഞ്ഞ് കുറച്ച് നേരം കിടത്തി ഉറക്കണം.
അപ്പോൾ ഉറങ്ങി എണീറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ പരിപാടി അല്ലെങ്കിൽ എനിക്ക് എൻ്റെ വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം ഒരു ഈവനിങ് ടൈമൊക്കെ ആകുമ്പോൾ ഒരു 7 മണി ആവാറാകുമ്പോഴൊക്കെ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മാഗ്നേഷനൊക്കെ കഴിഞ്ഞ് ഫ്രിഡ്ജിലാക്കി വെക്കുകയാണ് കേട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ ക്ലീനിങ്ങും ചെയ്യുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ല എനിക്കൊരു സ്ഥലം വരെ പോകാനുണ്ട്. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ ലേറ്റ് ഒരു 12 മണിക്ക് ഇറങ്ങണം എന്നാണ് വിചാരിച്ചായിരുന്നു. അപ്പോൾ ഇറങ്ങിയപ്പോൾ ഒരു 12:30 ആയിട്ടോ, കുറച്ച് ലേറ്റായി. ഈ സംഭവം പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. കാരണം പിന്നെ ഈസാനെ കാറ്റീസത്തിൻ്റെ കൊണ്ടുവരാൻ പോകേണ്ടി വന്നു. ഒരു 10:30 ആകുമ്പോൾ കാറ്റീസം കഴിയും. അപ്പോൾ അതിനിടയിൽ അങ്ങോട്ട് പോകണം, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇത് മൂടി വയ്ക്കാനുള്ള അളവിനുള്ള പാത്രമില്ലാത്തത് കൊണ്ട് ഞാനൊരു ക്ലീൻ റാപ്പ് വെച്ചിട്ട് റാപ്പ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചേക്കാം കേട്ടോ. അപ്പോൾ അവർ TV കാണാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഇടയിൽ ഡ്രസ്സൊക്കെ മാറി ബൈക്കിലാണ് പോയത്. സൺഡേ ആണെങ്കിൽ തിരക്കൊക്കെയാണ്. ഇവിടെ കല്യാണം ലൈറ്റിലാണ് കോയിൻ കൊണ്ടുവന്ന 10 പേർക്ക് ഫ്രീ ആയിട്ട് ഇഞ്ചി പറിച്ചിട്ട് ഞങ്ങൾ പോയി വന്ന് ഇത് എണീറ്റ് അപ്പം ഞാൻ വീഡിയോ എടുക്കാൻ നിൽക്കായിരുന്നു. അപ്പോൾ ഇസയ്ക്ക് ഇഞ്ചി പറിക്കാൻ മഞ്ഞൾ എപ്പോഴും ആഗ്രഹമാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പം നട്ടതേ തന്നെ ഈ ഒരു ഇഞ്ചി പറിക്കണം എന്നൊരാഗ്രഹം പറഞ്ഞുകൊണ്ട് അത് പറഞ്ഞ് നമ്മൾ പറമ്പിലോട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഇഞ്ചി മഞ്ഞൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കുറച്ച് നട്ടിട്ടുണ്ട്. കത്തിയത് കൊണ്ട് കുത്തി പറിക്കുകയാണ്. അപ്പോൾ ഒരാഗ്രഹമല്ല, ഒരു ഇഞ്ചിയെല്ലാം വെച്ചിട്ട് ഞാനും പിന്നാലെ വന്ന് കുട്ടൂസാണെങ്കിൽ പിന്നാലെ ഒരു ആപ്പിളും പിടിച്ചിങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. അത് പറിക്കുക നല്ലോണം കുഴിയൊക്കെ ഇതാക്കണം. അതങ്ങനെയല്ല പറിക്കുക എടുക്കണം. 1-2 ഇഞ്ചി നട്ടിട്ട് 1 2 അതങ്ങനെയല്ല കട പിടിച്ച് വലിക്കുക. എന്താ അത് നട്ടിട്ടുള്ളോ കഷ്ണം ഒരിടത്തും കിട്ടോ. Hello guys, welcome my YouTube channel. കിട്ടിയില്ലേ അതുപോരെ? കുട്ടി കാണിച്ചെന്ന് പറിച്ചത് മഞ്ഞൾ ഇപ്പൊ ഉണ്ടാവില്ല. നീ പറിച്ചോ? ഏതെങ്കിലും പറിക്കാതിട്ട് അവിടെ തന്നെ കുടിച്ചിട്ടാക്കണം കേട്ടോ. കൊതുകാണ് അപ്പടി. അത് കട പിടിച്ചിട്ട് വലിക്കുക വേണ്ടോ. കടക്കില് കൈ പിടി, കടക്കില്. അതാണ് മഞ്ഞൾ. നോക്കട്ടെ. ഈ വേദിന്നാണ് അതെ കൂട്ടുകാരൊന്നും കിട്ടിയില്ലേ? അപ്പയുടെ വാക്ക് അടി 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 അവിടെ വെക്ക്. പോ കുഴിച്ചിട്ട് പനിയേക്ക്. നേരങ്ങളൊന്നും മാന്തണ്ട. കൂട്ടുകാരൊന്നും കിട്ടിയില്ലേ? കൂട്ടു മതി മതി. കൈ കൊണ്ട് അമർത്ത്. കട 2 കൈ കൊണ്ടും അപ്പുറത്തും ഇപ്പുറത്തും പിടിച്ച് അമർത്തി വെക്ക്.
ആ അങ്ങോട്ട് വാ പോരെ. മതി മതി. അങ്ങനെ ഇഞ്ചി പറിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്കൊരു വീഡിയോ എടുക്കാണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ ഇന്നലെ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മളുടെ ലേഡീസ് ഫിംഗറിൻ്റെ ഒരു വാട്ടർ അല്ലെങ്കിൽ ജെൽ അങ്ങനത്തെ ഒരു ഹെയർ പാക്കിൻ്റെ ആണ്, ഭയങ്കര വൈറലായിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഒരുപാട് നാളുകളായിട്ട് കാണുന്നത് ഞാനപ്പോൾ ജസ്റ്റ് ഇപ്പോഴാണ് ട്രൈ ചെയ്ത്. അടിപൊളി പാക്കാണ്. നമുക്ക് ഹെയർ ഫോളൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ്. ഹെയർ നല്ല സോഫ്റ്റ് ആൻഡ് സിൽക്കി ആയിട്ട് നമ്മൾ ലൈക്ക് ഒരു കെരാട്ടിൻ റിസൾട്ടൊക്കെ കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. നമുക്ക് ഓൾട്ടർനേറ്റീവ് ഡേയ്സിലൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പം ഇത് ഹെയറിൽ അപ്ലൈ ചെയ്ത് ഞാൻ പിന്നെ കുറച്ച് നമുക്ക് സന്ധ്യയായല്ലോ, അപ്പോൾ എന്തായാലും നേരത്തെ മാഗ്നേറ്റ് ചെയ്ത് വെച്ച് അൽഫാം ചൂടാണ്ട് ഇവിടെ ഒരു സമാധാനമില്ല. അപ്പോൾ അവരതിൻ്റെ ഗ്രില്ല് വാഷ് ചെയ്യാനും അതുപോലെ അതിൻ്റെ കണലൊക്കെ ഉണ്ടാക്കണല്ലോ, അതിൻ്റെ പരിപാടിക്കൊക്കെ പോയി. ആ നേരം കൊണ്ട് ഞാനിവിടെ ഒന്ന് അടിച്ചു വാരി ഒന്ന് കുളിക്കാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ ഇനിയിപ്പോൾ അതിൻ്റെ പരിപാടി കഴിയുമ്പോഴേക്കും ഹെയറിൽ അധികം നേരം ഇരുന്നിട്ട് എനിക്കാണെങ്കിൽ ഭയങ്കര അലർജി ഇഷ്യൂ ഉണ്ട്. തുമ്മലും കാര്യങ്ങളൊന്നും പിടിക്കണ്ട വെച്ചിട്ട് അടിച്ചു വാരൽ കഴിഞ്ഞ് ഞാൻ നേരെ കുളിച്ചിട്ട് ബാക്കി കുറച്ച് നേരം എഡിറ്റിങ് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. ഞാൻ നമ്മുടെ ഈ വീഡിയോ അല്ല, നമ്മുടെ വെണ്ടക്കായയുടെ വീഡിയോ ഉണ്ടല്ലോ, ഇന്നലെ ഇട്ടത് ഞാൻ ഇട്ടെന്ന് വിചാരിച്ച്. അപ്പോൾ എനിക്ക് അതിനും പറ്റിയില്ല. കുറച്ച് നേരം ഞാൻ അത് കഴിഞ്ഞിട്ട് എഡിറ്റൊക്കെ ചെയ്യാനായിരുന്നു കേട്ടോ. ഇപ്പോൾ ഈ സിറ്റ് ഔട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് അടിക്കുകയാണ്. ഭയങ്കര കാറ്റുള്ള കാരണം പെട്ടെന്ന് ഇവിടെ മരങ്ങളും അധികമുള്ള കാരണം നല്ലോണം ചവറുണ്ട്. പിന്നെ പിള്ളേരുള്ള കാരണം എപ്പോഴും ഈ ക്രാഫ്റ്റ് ചെയ്യില്ല പണി, എപ്പോൾ നോക്കിയാലത്. അപ്പോൾ അതിൻ്റെ വെട്ട് കഷ്ണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊന്ന് വേഗം ചെയ്ത് അവസാനിപ്പിച്ചിട്ട് കുളിച്ചിട്ട് പിന്നെ മുകളിലോട്ട് പോകാൻ വിചാരിച്ചിട്ട്. അപ്പോൾ മയോണൈസ് ഉണ്ടാക്കണം. പിന്നെ കുക്കുംബർ സലാഡ് ഉണ്ടാക്കണം. പിന്നെ കുബൂസൊന്നും വാങ്ങുന്നില്ല കേട്ടോ. അപ്പോൾ നമുക്ക് മുകളിലോട്ട് പോകാം കേട്ടോ. അപ്പോൾ എൻ്റെ ഹെയർ വാഷ് ചെയ്യലൊക്കെ കഴിഞ്ഞു. മുകളിലാണ് നമ്മുടെ അൽഫാം ഉണ്ടാക്കുന്നത്. ഇങ്ങനെ ഒരു കല്ല് വെച്ചിട്ട് ചിരട്ട വെച്ച് കണലുണ്ടാക്കിയിട്ടാണ്. അപ്പോൾ എൻ്റെ ഇതത് കത്തുന്നില്ല. ചിരട്ട വെച്ചിട്ട് അൽഫാം ഉണ്ടാക്കാന്ന് വെച്ചാൽ നടക്കുന്നില്ല. അപ്പോൾ 2 കഷ്ണം വിറകൊക്കെ വെച്ച് കത്തിച്ച് പിന്നെ നമ്മുടെ ഫാൻ ഉണ്ടല്ലോ, മിനി ഫാൻ വെച്ചിട്ട് ഊതണ്ടല്ലോ എന്ന് വെച്ചിട്ട് അത് വെച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ പുകയും കണലും തീയൊക്കെ ഉണ്ടാക്കിയത്. അത് കാരണം ഇത് കത്താൻ വല്ല വഴിയുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണ്ട, പെട്ടെന്ന് കത്തി പിടിക്കാനായിട്ട്. ഇപ്പോൾ നമ്മൾ അടുപ്പിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ മേലെ പാത്രമൊക്കെ വയ്ക്കുമ്പോൾ പെട്ടെന്ന് കത്തുമല്ലോ. ഇതങ്ങനെ കത്തുന്നില്ല. പിന്നെ നല്ല കാറ്റും വീശുന്നത്. അപ്പോൾ കർപ്പൂരമൊക്കെ ഇട്ടിട്ട് വെച്ച് നോക്കി. ലാസ്റ്റ് ഞാൻ താഴെ പോയിട്ട് കുറച്ച് കുഞ്ഞി വിറകും ഓലക്കൂടി കൊണ്ടുവന്ന് കത്തിച്ച് അത് കത്തി കഴിയുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കൂടെ കത്തുമല്ലോ എന്ന് വിചാരിച്ചിട്ടാ. അങ്ങനെ എങ്ങനെയൊക്കെയോ ചെയ്ത് പിന്നെ നമ്മുടെ ഫാനുള്ള കാരണം ഒരു ഭാഗ്യം, അല്ലെങ്കിൽ ഊതി വയ്യാണ്ടായാൻ. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് ഫാൻ വെച്ചാൽ ഇപ്പോൾ കണ്ടോ, ഇപ്പോൾ നന്നായിട്ട് കത്തി പിടിച്ച്. അങ്ങനെ പിന്നെ ഗ്രില്ല് വെച്ച് അതിൻ്റെ മേലെ ചിക്കൻ വെച്ച് പിന്നിലുള്ള മുഖം എന്താ പറയുക ചെറുനാരങ്ങയൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ പിരിഞ്ഞു കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് ആ പുളിപ്പും ഒരു ടേസ്റ്റൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ മറിച്ച് തിരിച്ചൊക്കെ ഇട്ട് കൊടുത്തോണ്ടിരിക്കണം. ഇത് ശരിക്കും തീ വരുന്നുണ്ട്, തീ വരാൻ പാടില്ല. എന്താ കണൽ തന്നെ നോക്കിയിരുന്ന ഉള്ളത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്താണ് ചെയ്തത്. പക്ഷെ ഇത് കടയിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുകയാണെങ്കിൽ ഈ വക പാടൊന്നുമില്ല. പക്ഷെ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ചുട്ട് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അതിന് ഗ്രില്ലൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. ഇതാകുമ്പോൾ അങ്ങനെ തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഇപ്പോൾ പിള്ളേർക്കാണെങ്കിൽ നമ്മളെക്കാട്ടും കൂടുതൽ എക്സൈറ്റ്മെൻറ്റ് അവർക്കാണ് ഇങ്ങനെ ഉണ്ടാക്കൽ കാണാനും കഴിക്കലും. കഴിക്കും കേട്ടോ, അൽഫാമൊക്കെ എല്ലാവർക്കും കൂടെ ഭയങ്കര ഇഷ്ടമാണ്. കണ്ടോ ഈ ഫാൻ വെച്ചാക്കുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ പുക വരാണ്ട്, പുക ശല്യം അല്ലെങ്കിൽ പുകമണം ഇല്ലാണ്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറേ നേരമൊക്കെ പാടുപെട്ട് കഴിഞ്ഞ് ഞാൻ താഴത്ത് പോയിട്ട് എഡിറ്റിങ്ങിന് ഇരുന്നു കേട്ടോ. അവർ 3 പേരും കൂടിയിട്ടാണ് മുകളിൽ ഇതിൻ്റെ ബാക്കി പ്രിപ്പറേഷൻസൊക്കെ ചെയ്ത്. ഞാൻ താഴെ പോയിട്ട് കുറച്ച് നേരം എഡിറ്റിങ്ങിന് ഇരുന്നു. അത് കഴിഞ്ഞിട്ട് മയോണൈസ് ഉണ്ടാക്കാനായിട്ടിരുന്നു. അത് കഴിയുമ്പോഴേക്കും അവർ വന്നു. പിന്നെ എൻ്റെ എഡിറ്റിങ് മുഴുവനായില്ല, അപ്ലോഡ് ചെയ്യാനും പറ്റിയില്ല. പിന്നെ ഞാൻ വിചാരിച്ചു നാളെ ആവട്ടെ, ഇപ്പോൾ ഇത് കഴിക്കാമെന്ന് വിചാരിച്ചു. വെന്തണ്ടത്
അപ്പോൾ അങ്ങനെയൊക്കെ കാര്യങ്ങൾ. അപ്പോൾ ഇത് ഞാൻ മീഷോന്ന് മേടിച്ച ഒരു 2 മിക്സി ഇങ്ങനത്തെ ഗ്രൈൻഡറാണ് കേട്ടോ. നമ്മുടെ എല്ലാ മിക്സിയിലും സ്യൂട്ടാവും, 2 ഉണ്ടാവും. ഇതും ഇതിൻ്റെ ഒരു 750 ml അല്ല 500 ml ഒരു സൈസും വരുന്നുണ്ട്. അപ്പോൾ അതിലാണ് ഞാൻ ഇന്ന് മയോനൈസ് ഉണ്ടാക്കിയത്. മയോനൈസ് വിത്ത് സോസ് കൂട്ടിയിട്ട് ഞങ്ങൾ കഴിച്ചു ഗൈസ്. വിത്ത് സലാഡ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ സലാഡ് എടുത്തില്ല, ഇങ്ങനെ ഒരു പീസ് ചിക്കനും മയോനൈസും കൂട്ടി ഞങ്ങൾ കഴിച്ചു. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇതിലോട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ജീരകം പൊടിയൊക്കെ ചേർക്കാം. അപ്പോൾ ഒരു കടയിലത്തെ ഒരു ടേസ്റ്റൊക്കെ വരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഒരു ഡേ ഇൻ മൈ ലൈഫായിരുന്നു. കൂടുതലായിട്ട് കാണിക്കാനും പോകാനൊന്നും ഇന്ന് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്നും പറയുന്ന പോലെ തന്നെ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്ക് മറ്റൊരു ദിവസം അടുത്തൊരു നല്ല ടോപ്പിക്കായിട്ട് വരുന്നത് വരേക്കും ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.